ആനന്ദ് മഹീന്ദ്ര അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ തത്സമയ റിപ്പോർട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കടമക്കുടിയെക്കുറിച്ചാണ്. അപ്പോൾ അന്നത് നമ്മൾ തത്സമയ റിപ്പോർട്ടറിൽ പങ്കുവച്ചാണ്. തനിക്ക് തന്നെ, അതായത് ഞാൻ സ്വയം നൽകിയ വാക്ക് ഞാനിതാ പാലിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ സ്വന്തം ഥാറിൽ കടമക്കുടിയിലൂടെ സഞ്ചരിച്ച് ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്, കാണാം. അപ്പോൾ റിയ നമ്മളോട് കൂടുതൽ അതിനെക്കുറിച്ച് പറയും. റിയ, അദ്ദേഹം അതായത് കടമക്കുടിയെക്കുറിച്ച് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ എനിക്ക് തോന്നുന്നു കടമക്കുടിയെക്കുറിച്ചുള്ള റീൽസിന് തന്നെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ വലിയ റീച്ചായിരുന്നു. ആളുകൾ അങ്ങോട്ടേക്കായി കടമക്കുടി ഏതാ സ്ഥലം എന്ന് അന്വേഷിച്ച് കണ്ടെത്തി വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ലോകശ്രദ്ധയുള്ള ആളുകൾ ഈ കടമക്കുടിയിലേക്ക് വരിക കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ അവിടുത്തെ ടൂറിസം സാധ്യതകൾ വളരെ വലുതാണ്. എത്ര സമയം അദ്ദേഹം ചെലവഴിച്ചു, എന്തൊക്കെയാണ് കടമക്കുടിയെക്കുറിച്ച് അദ്ദേഹം നേരിട്ട് കണ്ടറിഞ്ഞ് പറഞ്ഞത്? ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് കടമക്കുടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ആനന്ദ് മഹീന്ദ്ര സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ഡിസംബറിൽ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, അന്ന് ആ മനോഹരമായ ഗ്രാമം കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം ആ ഫോട്ടോയ്ക്ക് താഴെ വീഡിയോ ഒക്കെ പങ്കുവെച്ച് അദ്ദേഹം എഴുതിയത്. ഇപ്പോഴിതാ വെള്ളിയാഴ്ച അദ്ദേഹം കടമക്കുടിയിൽ എത്തിയിരിക്കുന്നു. ആ ഭംഗി ആസ്വദിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ചിത്രങ്ങളാണ് എക്സിൽ അദ്ദേഹം പങ്കുവെച്ചത്. ഒറ്റ കാഴ്ചയിൽ തന്നെ കടമക്കുടിയെ ഇഷ്ടമായി, താൻ പറഞ്ഞതൊന്നും വെറുതെ ആയില്ല എന്നാണ് അദ്ദേഹം അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന കായലുകൾ, നീണ്ടുകിടക്കുന്ന പാടശേഖരം, അതൊക്കെ കടമക്കുടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അധികം ആരെയും അറിയിച്ചിരുന്നില്ല അദ്ദേഹം വന്നത്. വരാപ്പുഴ വഴി വലിയ കടമക്കുടിയിലേക്കായിരുന്നു അദ്ദേഹം എത്തിയത്. ഒപ്പം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്തായാലും ചിത്രങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെക്കുകയും കടമക്കുടി ഇഷ്ടമായി എന്ന് പറഞ്ഞ് മടങ്ങുകയുമായിരുന്നു. മുമ്പ് പോസ്റ്റിട്ടപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കടമക്കുടിയുടെ ഭംഗി ആസ്വദിക്കാൻ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും കടമക്കുടി കണ്ട് ഇഷ്ടപ്പെട്ടാണ് ആനന്ദ് മഹീന്ദ്ര മടങ്ങിയിരിക്കുന്നത്. ശരി, എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പും പോസ്റ്റും ഒക്കെ കണ്ട് കൂടുതൽ ആളുകൾ കടമക്കുടിയിലേക്ക് വരട്ടെ. അവിടെ അതിനുവേണ്ട കുറച്ച് കൂടുതൽ സൗകര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒരുക്കാൻ, അതായത് അതിൻ്റെ ഭംഗിയെ കളയാത്ത വിധത്തിൽ നാടിൻ്റെ സൗന്ദര്യം അതുപോലെ നിലനിർത്തി കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ കഴിയട്ടെ.